എന്ന് പറഞ്ഞാൽ അത് അവിടെ പഠിപ്പിക്കുക മാത്രമല്ല പ്രാക്ടിക്കൽ വർക്കും ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് അവിടെ പഠിച്ചവർക്ക് ഇന്ന് എവിടെ പോയാലും, നിങ്ങൾക്കറിയാമോ, 1952 മുതലുള്ള ഒരു ശുശ്രൂഷയാണ്. അതിനുശേഷം ഇന്നും ഇന്ത്യയിലും വെളി രാജ്യങ്ങളിലും പോയി കർത്താവിന്റെ വേലയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഇന്നത്തെ ലീഡേഴ്സ് ഒരു 90% ആ സെമിനാരിയിൽ പഠനം കഴിഞ്ഞവരാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അപ്രകാരം ഒരുപക്ഷെ ആ ലെവലിൽ അല്ല, ചെറിയ രീതിയിൽ നമുക്ക് ഒരു ബൈബിൾ സ്കൂളായിട്ട് ചെയ്യാം. പ്രാർത്ഥിക്കണം, നിങ്ങൾ അതിനെ ഓർക്കണം. അതിലൂടെ അച്ഛൻ പറഞ്ഞു നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങളിൽ പലരും ആഗ്രഹിച്ചിട്ടുള്ള കാര്യമാവും ദൈവവചനം പഠിക്കാൻ ഒരു സമയം, ഒരു സാവകാശം കിട്ടിയിരുന്നെങ്കിൽ അതിപ്പോ ഇവിടെ നിറവേറാനായിട്ട് ദൈവം നമുക്ക് സാവകാശം തരിക. അച്ഛൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ അത്ഭുതങ്ങൾ നടന്ന കാര്യം പറഞ്ഞു. ഈ സഭയിൽ കൂടെ നിങ്ങളുടെയൊക്കെ ഇടയിൽ നടന്ന അത്ഭുതം, നിങ്ങളുടെയൊക്കെ കണ്ണുകൊണ്ട് കണ്ട അത്ഭുതം, അത് മതിയല്ലോ ഈ ഒരു ആയുസ് കർത്താവിനോടൊപ്പം നിൽക്കാൻ, കർത്താവിന് വേണ്ടി വീറോടെ നിൽക്കാൻ, ശുഷ്കാന്തിയോടെ നിൽക്കാൻ. അത് മാത്രം മതി. രാത്രി ആയിക്കോട്ടെ, പകലായിക്കോട്ടെ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുവാനും പ്രവർത്തിപ്പാനും, ഒരുമിച്ച് കൂടി വന്ന് പ്രാർത്ഥിപ്പാനും, കൂട്ടായ്മ ആചരിക്കാനും, അന്യോന്യം ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ ഒക്കെ അത് മതി, അല്ലേ? അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയം ഓർക്കണം, പ്രാർത്ഥിക്കണം. നിങ്ങളുടെ അറിവിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂടെ കൊണ്ടുവരാം, കുഴപ്പമില്ല. വചനം പഠിക്കുവാൻ താല്പര്യമുള്ളവർ ആയിക്കോട്ടെ. ഈ 2 ദിവസം ഇവിടെ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കർത്താവ് സാവകാശം തന്നു. ഇത് തികച്ചും അപ്രതീക്ഷിതമായിട്ട്, ഒരിക്കലും പ്രതീക്ഷിച്ച മുന്നമേ ക്രമീകരിച്ച ഒരു പ്രോഗ്രാം ഒന്നും അല്ല. ഇങ്ങനെ ഒരു പ്രോഗ്രാം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പ്രിയ അച്ഛനെ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനൊന്ന് വന്നാൽ കാണാൻ നോക്കുമോ? അപ്പൊ അങ്ങനെ ഇവിടെ വന്നു, ഞങ്ങൾ കണ്ടു, കുറച്ച് സമയം ഇരുന്ന് പ്രാർത്ഥിച്ചു, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു, തിരിച്ചുപോയി. അത് കഴിഞ്ഞാണ് ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്തത്. നിങ്ങളോടൊപ്പം ഒരുമിച്ചായിരിക്കാൻ, നിങ്ങളുടെ സ്നേഹവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ, നിങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കാൻ ഒക്കെ ഇടയാക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ക്രമീകരണം ഒരുക്കിയ ബഹുമാനപ്പെട്ട അച്ഛനോടും കുടുംബത്തോടും നിങ്ങളോട് ഓരോരുത്തരും, ഈ സഭയിലെ ഓരോ അംഗങ്ങളോടും എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരുന്നു, ഒത്തിരി കാര്യങ്ങൾ കേട്ടു. കേട്ട കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും വീണ്ടും ഓർക്കണം. അതോർത്ത് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ഓർക്കുകയായിരുന്നു, ഒക്ടോബർ മാസം മുതൽ സെപ്റ്റംബർ മാസം വരെ, കാരണം നമ്മൾ സാധാരണ സെപ്റ്റംബർ അവസാനം ഒക്ടോബർ ആദ്യമൊക്കെ അല്ലേ കൺവെൻഷൻ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ ഈ വർഷവും സെപ്റ്റംബർ മാസത്തിൽ അത് ചെയ്യാനൊക്കല്ലോ. അപ്പൊ നമ്മുടെ ഒരു പ്രാർത്ഥനാ വർഷമായിട്ട് ഒക്ടോബർ മുതൽ സെപ്റ്റംബർ വരെ അങ്ങനെ ഒന്ന് ക്രമീകരിച്ചാൽ നല്ലതായി. എന്തെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. പ്രാർത്ഥിക്കും, മധ്യസ്ഥരായിട്ട് നിൽക്കാൻ, ദേശത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ സാധിക്കണം. അതുകൊണ്ട് അതും നിങ്ങളുടെ മനസ്സിൽ ഒരു ചിന്തയ്ക്കായിട്ട് വയ്ക്കുകയാണ്. നമ്മുടെ സഭയുടെ പ്രാർത്ഥനാ വർഷമായിട്ട് കുറച്ചു നാൾ, 1 വർഷം അല്ല മുന്നോട്ട് ആകാം. അങ്ങനെ ക്രമീകരിച്ചാൽ അതൊക്കെ നന്നായിരിക്കും. പ്രാർത്ഥനയ്ക്ക് ഒത്തിരി വിഷയങ്ങൾ നമുക്ക് കളക്ട് ചെയ്യാം, പ്രാർത്ഥിക്കാം. അടുത്ത 4-ാം തീയതി മുഴുരാത്രി പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ എല്ലാവരും വരണം. നിങ്ങൾ മാത്രം പോരാ, നിങ്ങളുടെ സ്നേഹിതരെ, കൂടെയുള്ളവരെ, അയൽവാസികളെ ഒക്കെ വിളിച്ചുകൊണ്ട് വരണം. ഇനിയും നമുക്ക് അത്ഭുതങ്ങൾ കാണണം. ഇനിയും നമ്മുടെ ഇടയിൽ അത്ഭുതം നടക്കണം. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കൈകോർത്തെങ്കിൽ മാത്രമേ സമൂഹത്തിൽ, ദേശത്ത് ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് സാധിക്കൂ. അതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങണം. എല്ലാ നന്മയും ആശംസിക്കുന്നു, നന്ദി പറയുന്നു. ഒരിക്കൽ കൂടെ ഞങ്ങളുടെ പ്രിയ സഹോദരൻ ജബരാജനും സഹോദരൻ നാൻസിക്കും പൈതലിനും ഇന്ന് മോനോടെ വന്നു. അവര് ചിന്നമണ്ണൂരാണ് സ്റ്റേഷൻ. അവരുടെ വീട്ടിൽ താമസിച്ചുകൊണ്ട് പല അതിന് ചുറ്റുപാടുമുള്ള ദേശത്ത്, പാളയം, അമ്മപ്പെട്ടി, തേനി മുതലായ ദേശത്ത്, ചിന്നമണ്ണൂര് തന്നെ പല സ്ഥലങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നു. നല്ല അനുഗ്രഹീതമായ ഈ അത്ഭുതത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ശുശ്രൂഷയിൽ എത്രയോ അത്ഭുതങ്ങൾ കണ്ടു കഴിഞ്ഞു. ഒത്തിരി അത് പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല. അതുകൊണ്ട്
അനുഗ്രഹീതമായ ശുശ്രൂഷ പ്രിയപ്പെട്ടവർ ചെയ്യുന്നു. ഇങ്ങനെ ഒരു മീറ്റിങ്ങിന്റെ കാര്യം അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ഇത്രയും അടുത്താണല്ലോ ചിന്നമണ്ണൂർ, അപ്പൊ സഹോദരനും കൂടെ വരട്ടെ. അപ്പൊ അവർ കുടുംബമായി വരുമെന്ന് ഞാനും ചിന്തിച്ചില്ല. അപ്പൊ വന്നപ്പോ അവര് രണ്ടുപേരും കൂടെ വന്നു. അതും അനുഗ്രഹമായിരുന്നു, സന്തോഷമായിരുന്നു. അവരുടെ സാന്നിധ്യം, അവർ വന്നു, ശുശ്രൂഷിച്ചു, ദൈവവചനം പങ്കുവച്ചു, പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി, ലീഡിങ് നൽകി, ഒക്കെ അതിനൊക്കെ ആയിട്ട് നന്ദി പറയുന്നു. ദൈവനാമത്തിൽ ആ കുടുംബത്തെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. ഒരു സങ്കീർത്തന ഭാഗം നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം, അതിനുശേഷം മുൻപോട്ട് പോകാം. 60-ാം സങ്കീർത്തനം. സങ്കീർത്തനങ്ങൾ 60, അതിന്റെ 1-2 വാക്യങ്ങൾ വായിക്കാം. മതി മതി. ഈ സങ്കീർത്തനം ദാവീദ് രാജാവിന്റെ ഒരു സ്വർണ്ണ ഗീതം എന്നാ പറയാം. സ്വർണം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സ്വർണത്തിന്റെ പ്രത്യേകത എന്താ? സ്വർണത്തിന്റെ പ്രത്യേകത പെട്ടെന്നൊന്ന് പറഞ്ഞേ. സ്വർണം അറിയത്തില്ലേ? മാല, കമ്മൽ, വള, മോതിരം. അയ്യ എന്താ പറഞ്ഞ? വിലയുള്ളതാണ്, വലിയ വിലയുള്ളതാ, വെറും വിലയല്ല, ഭയങ്കര വിലയുള്ളതാ. ഇപ്പൊ ഏതാണ്ട് 60,000-ഓളമായി. പിന്നെ കറുത്ത് പോകത്തില്ല, കറുത്ത് പോകത്തില്ല. നല്ല നല്ല കളറാണ്, നല്ല കളറാണ്, കറുത്തു പോകത്തില്ല, വിലയുള്ളതാണ്. എത്ര മനോഹരമായിട്ടുള്ള കാര്യം അല്ലേ? ആരും ആഗ്രഹിക്കുന്നതാ, ആരും ആഗ്രഹിക്കുന്നതാ. ഒരു രാജ്യത്തിന്റെ, ഒരു സംസ്ഥാനത്തിന്റെ സമ്പത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അവർക്ക് എത്രത്തോളം സ്വർണം ഉണ്ടെന്നുള്ളത്. തമിഴ്നാടിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല, അങ്ങനെ പറയാൻ. കേരളത്തെ കുറിച്ച് പറഞ്ഞാൽ, കേരളത്തിൽ തിരുവനന്തപുരത്തുള്ള ഒരു അമ്പലമുണ്ട്, അതിനകത്ത് തന്നെ കോടിക്കണക്ക് വിലമതിക്കുന്ന സ്വർണമുണ്ട്. പഴയ രാജാക്കന്മാരൊക്കെ അവരുടെ സമ്പത്തായിട്ട് കണക്കാക്കിയിരുന്നത് ഈ സ്ഥലം മാത്രമല്ല, പുരയിടം മാത്രമല്ല, സ്വർണം എത്രത്തോളം ഉണ്ട് ഓരോ രാജാവിനും അവന്റെ രാജ്യത്ത് എന്നുള്ളതാണ് അവരുടെ ഉന്നതി, അവരുടെ വലിപ്പം അതിൽ കൂടെ കണക്കാക്കിയത്. അപ്പൊ ഈ സ്വർണം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ സമ്പദ്ഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത് വളരെ അത് ഓപ്പണെങ്കിൽ നമുക്ക് ഏറ്റവും വിലപിടിപ്പുള്ളതാണ്, നല്ല കളറുള്ളതാണ്, പിന്നെ രാജ്യത്തിന്റെ സമ്പദ്ഘടനയിൽ പ്രധാനപ്പെട്ടത്, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ്. എല്ലാ മനുഷ്യരും ഒത്തിരി ആഗ്രഹിക്കുന്നതാ കുറച്ച് സ്വർണം ഉണ്ടായിരുന്നല്ലേ. പെൺമക്കളെയൊക്കെ കല്യാണം കഴിച്ചു വിടുമ്പോൾ അവർക്ക് നമ്മളാൽ ആവോളം സ്വർണമൊക്കെ കൊടുത്തു വിടും അല്ലേ? അങ്ങനെ ഏതെല്ലാം മേഖലയിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഈ സ്വർണം. ഇവിടെ പറയുന്നു ദാവീദിന്റെ ഒരു സ്വർണ്ണ ഗീതം എന്ന് പറഞ്ഞാൽ ഏറ്റവും മനോഹരമായ ഒരു പാട്ട്, ഏറ്റവും വിലപിടിപ്പുള്ള ഒരു പാട്ട്. പാട്ടിനെന്നാ വില, അതാ നമ്മളിവിടെ കാണുന്നത്. ദാവീദ് ഇപ്പൊ ഏതാണ്ട് 2-3 യുദ്ധം കഴിഞ്ഞ് ആ യുദ്ധത്തിലൊക്കെ ജയിച്ചു വരുന്ന സമയത്ത് പാടിയ പാട്ടാണ് ഈ പാട്ട്. 2-3 യുദ്ധവും കഴിഞ്ഞിട്ട് വന്നപ്പോൾ പാടിയ പാട്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. അതപ്പം തുടങ്ങുന്നത് തന്നെ എങ്ങനെ? ദൈവമേ, നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞു, ചിതറിച്ചിരിക്കുന്നു. നേരെ വിരുദ്ധമാണ് പാടുന്നത്. കർത്താവേ, നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞു, നീ ഞങ്ങളെ ചിതറിച്ചിരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പലയിടത്തോട്ടാക്കിയിരിക്കും. ചിതറിപ്പോവുക, ഒരു സ്ഥലത്ത് നിന്ന് പല സ്ഥലത്തേക്ക് പോകുന്നതിനെയാണ് ചിതറിക്കുകയാണ്. നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞു, ചിതറിച്ചിരിക്കുന്നു, നീ കോപിച്ചിരിക്കുന്നു, ഞങ്ങളെ യഥാസ്ഥാനത്താക്കണം. വലിയ വിജയമൊക്കെ പ്രാപിച്ച് വരുമ്പോഴും വന്നു കഴിഞ്ഞപ്പോഴും ദാവീദ് പാടുകയാണ്, നീ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണം. ഈ പാട്ട്
ഒരു പ്രാർത്ഥനയുടെ പാട്ടുകൂടെ, ഒരു അനുതാപത്തിന്റെ പാട്ടുകൂടെയായി പാട്ട് ഈ സങ്കീർത്തനം. ദാവീദ് പറയുക, നീ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താ? തമിഴിൽ അതെന്തോ പറയുന്നത്? ഒന്നാമത്തെ വാക്യത്തിന്റെ അവസാനം മറുപടിയും തിരുമ്പി അല്ല, തമിഴിന്റെ വാക്കാ ഞാൻ ഉദ്ദേശിച്ചത്, അത് കേൾക്കാൻ. തിരുമ്പി ആരുള്ളൂ? ഓക്കെ. മലയാളത്തിൽ പറഞ്ഞു യഥാസ്ഥാനപ്പെടുത്തണം. ഞങ്ങളെ നീ ഒരു സ്ഥാനത്താക്കിയായിരുന്നു, ഞങ്ങളെ നീ ഒരു സ്ഥാനത്താക്കി വെച്ചായിരുന്നു. മനുഷ്യനെ ദൈവം ഒരു സ്ഥലത്താക്കി വെച്ചു, എന്നാൽ മനുഷ്യൻ ആ സ്ഥലത്തു നിന്ന്, ആ സ്ഥാനത്തു നിന്ന് വലിയ മാറിപ്പോയി. മനുഷ്യനെ നിർത്തിയ ആക്കിയ സ്ഥലത്ത് നിന്ന് ഒരു നൂല്, ഒരു ചരട് പിടിച്ചാൽ ഇപ്പോൾ നേരെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവനെ ആക്കി വെച്ചിടത്തുനിന്ന് നേരെ പിടിക്കുമ്പോൾ അവൻ നേരെയല്ല നിൽക്കുന്നത്, ഇത്രയും അകലെ ഫാനിന്റെ അകലത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അവൻ നടന്ന് 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 ആ ട്രാക്ക് മാറി, സൈഡ് മാറി 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 വേറെ സ്ഥലത്തോട്ട് പോയി. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ദാവീദ് പറയുന്നത്, കർത്താവേ നീ ഞങ്ങളെ ആ പഴയ സ്ഥലത്തേക്കൊന്ന് കൊണ്ടു നിർത്തണം. നീ ഞങ്ങളെ ആക്കി വെച്ച സ്ഥലത്ത് നിന്ന് ഞങ്ങൾ ഒത്തിരി ദൂരമാണ്. ഇനിയും ഞങ്ങൾ ആ പഴയ സ്ഥലത്തോട് വരണമെങ്കിൽ ഞങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല. പിന്നെയോ നീ ഞങ്ങളെ കൊണ്ട് വീണ്ടും തിരിച്ചു വയ്ക്കണം, വീണ്ടും തിരിച്ചു കൊണ്ടുവയ്ക്കണം. ദാവീദിന്റെ പ്രാർത്ഥനയാണ്, ഞങ്ങളെ രാജ്യത്തെ, ഞങ്ങളുടെ രാജ്യത്തെ, ഞങ്ങളുടെ ജനത്തെ, ഞങ്ങളെ എല്ലാവരെയും ഒന്ന് റെസ്റ്റോറസോലോടെന്നാണ് പറയുന്നത്. ഞങ്ങളെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണം, തിരികെ കൊണ്ടുവരണം, പഴയ സ്ഥലത്തേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന് ആക്കണം. അടുത്ത വാക്യം പറയും, നീ ദേശത്തെ നടുക്കി ഭിന്നിച്ചിരിക്കുന്നു, അത് കുലുങ്ങുകയാൽ അതിന്റെ ഭിന്നങ്ങളെ നന്നാക്കണമേ. ഈ ഭിന്നിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു കെട്ടിടം പണിതൂന്നിരിക്കട്ടെ, ചില കെട്ടിടങ്ങളിലൊക്കെ പണിത് അത് തേച്ച് സിമെന്റ് ചെയ്ത് അതിന്റെ പുറത്ത് ഇതുപോലെ പെയിന്റ് ഒക്കെ അടിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ, ഒരു 6 മാസം 1 വർഷമൊക്കെ കഴിയുമ്പോൾ അതിന്റെ ഭിത്തി ഇങ്ങനെ പൊട്ടി വരുന്നത് കാണാം. ഭിത്തി ഇങ്ങനെ പൊട്ടി വരുന്നത് കാണാം. ഇവിടെയും ഏതാണ്ട് അതുപോലെ ഉണ്ടായതാണ്ടോ തേച്ചിരിക്കുന്നതാണ്. അതാണ് ഇവിടെ പറയുന്നത്, നീ ദേശത്തെ ഈ ഭിത്തി പൊട്ടുന്നത് പോലെ നീ ഞങ്ങളുടെ ദേശത്തെ നടുക്കി ഭിന്നിപ്പിച്ചിരിക്കുന്നു. ദേശത്തെ നടുക്കി ഭയപ്പെടുത്തി ഭിന്നിപ്പിച്ചിരിക്കുന്നു. പിന്നെ അത് കുലുങ്ങുകയാൽ അവിടുത്തെ വാക്കിൽ, അവിടുന്ന് ദേശത്ത് അയച്ച നടുക്കം കൊണ്ട് ഞങ്ങളുടെ ദേശം കുലുങ്ങുകയാൽ അതിന്റെ ഭിന്നങ്ങളെ നന്നാക്കണം, അതിന്റെ ആ വിള്ളലുണ്ട് നന്നാക്കണം. മിക്കവാറും നമ്മൾ ചെയ്യുന്നത് മിക്കവാറും അങ്ങനെയാണ്, അല്ലേ? അതിന്റെ പുറത്തോട്ട് സിമെന്റ് ഒക്കെ ഇട്ട്. എന്നാൽ കുറച്ചുകൂടെ നല്ലത് അതിന്റെ ആ വിള്ളൽ വരുന്നിടത്ത് ചിപ്പ് ചെയ്ത് നല്ലതുപോലെ സിമെന്റ് തേച്ച് എന്നിട്ട് പുറത്ത് പെയിന്റ് അടിച്ചാൽ അറിയത്തില്ല. അപ്പൊ ഇവിടെ ദാവീദ് പറയുകയാണ്, ഞങ്ങളുടെ ഭിന്നങ്ങൾ, ഞങ്ങളുടെ പൊട്ടലുകൾ, ഞങ്ങളുടെ വിള്ളലുകൾ നന്നാക്കണം. റിപ്പയർ സോലോട് എന്ന് പറയുന്നത്. കർത്താവേ, അത് ഞങ്ങളെ ഒന്ന് റിപ്പയർ ചെയ്യണം. ഞങ്ങൾക്ക് ഞങ്ങളെ റിപ്പയർ ചെയ്യാൻ ഒക്കത്തില്ല. ഞങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന് മാത്രമേ ഞങ്ങളെ റിപ്പയർ ചെയ്യാൻ ഒക്കത്തുള്ളൂ. ഞങ്ങളുടെ ദേശത്തെ നിർമ്മിച്ചവന് മാത്രമേ ഞങ്ങളെ റിപ്പയർ ചെയ്യുവാൻ ഒക്കത്തുള്ളൂ. അപ്പൊ 2 കാര്യമാണ് ദാവീദ് പറയുന്നത്. എന്തൊക്കെയാ? ഒന്നാമത് പറഞ്ഞ റെസ്റ്റോറസോളുണ്ട്. കർത്താവേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണം, പഴയ സ്ഥാനത്തോട്ട് കൊണ്ട് ആക്കി വയ്ക്കണം. ആ പഴയ സന്തോഷം, അതാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്. 85-ലല്ലേ പറയുന്നത്, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ? കർത്താവേ, പഴയ സന്തോഷത്തിലേക്ക്, പഴയ ആനന്ദത്തിലേക്ക്, പഴയ അനുഭവത്തിലേക്ക്, പഴയ ഒരുമയിലേക്ക്, പഴയ ഐക്യത്തിലേക്ക് ഞങ്ങളെ
കൊണ്ടുവരണം, ഒരുമിച്ച് നിർത്തണം. ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണം. നീ ഞങ്ങളെ ആക്കി വെച്ച ഇടത്തേക്ക് ഞങ്ങളെ കൊണ്ടുവരണം. രണ്ടാമത് പറയുന്നു, കർത്താവേ, ഞങ്ങളുടെ ഭിന്നങ്ങളെ, ഞങ്ങളുടെ വിള്ളലുകളെ ഒന്ന് ചിപ്പി ചെയ്ത് അതൊന്ന് നന്നാക്കണം. ഞങ്ങളെ ഒന്ന് റിപ്പയർ ചെയ്യണം. ഈ രണ്ട് പ്രാർത്ഥന താഴോട്ട് വരുന്നുണ്ടേ. അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമരുളണം. അവിടെ പറയുക, റിപ്ലൈ അസ് ലോർഡ്. കർത്താവേ, ഞങ്ങൾക്ക് മറുപടി തരണം. ഞങ്ങളുടെ ഒത്തിരി പ്രാർത്ഥനകൾ പെൻഡിങ്ങിൽ കിടക്കില്ല. അതിന് മറുപടി കിട്ടാത്ത ഒത്തിരി പ്രാർത്ഥനകളുണ്ട്. എന്നാൽ നീ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരണം. രാവിലെ നമ്മൾ കേട്ടു, നമ്മുടെ പല പ്രാർത്ഥനയ്ക്കും മറുപടി കിട്ടാത്തത് എന്തുകൊണ്ടാണ്? അനുസരിക്കാൻ മനസ്സില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം നമുക്കൊരു തീരുമാനം എടുക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തതുപോലെ നീയും ഞാനും ഞങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ വിള്ളലുകളെ ഒന്ന് നന്നാക്കണം. ഞങ്ങളുടെ പെൻഡിങ്ങിലുള്ള പ്രാർത്ഥനയ്ക്കെല്ലാം മറുപടി പ്രാപിച്ചവരായി സന്തോഷത്തോടെ പഴയ സന്തോഷത്തിൽ കർത്താവുമായിട്ട് ഒരുമിച്ച് കൈകോർത്ത് മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ ഒന്ന് റിപ്പയർ ചെയ്യണം. ഞങ്ങളെ ഒന്ന് പണിയണം കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അങ്ങനെ ഉത്തരം ലഭിക്കാൻ സഹായിക്കണം കർത്താവേ. ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണം. ഞങ്ങൾ എവിടെയാണോ ഞങ്ങളെ ആക്കി വെച്ചത് അവിടെ നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ഞങ്ങളുടെ മുൻപിലുള്ള നാളുകൾ ഞങ്ങൾക്ക് ഒരുക്കി തരണം. ആ ഒരു തീരുമാനം നമുക്ക് എടുക്കാമോ? കർത്താവേ, എന്നെ അവിടുത്തെ കരങ്ങളിലോട്ട് തരണം. എന്നെ യഥാസ്ഥാനപ്പെടുത്തണം, പഴയ സ്ഥാനത്ത് കൊണ്ട് നിർത്തണം. അതിൽ ഞാൻ മനസ്സുള്ളതാണ്, ഞാൻ ഒരുക്കമാണ്. എന്റെ കൈ പിടിക്കണം, പഴയ സ്ഥാനത്തോട്ട് കൊണ്ട് നിർത്തണം. മാത്രമല്ല കർത്താവേ, എന്നെ ഒന്ന് പണിയണം, റിപ്പയർ ചെയ്യണം. എന്റെ കുറവുകൾ മാറ്റി നന്നാക്കി അനേകർക്ക് അനുഗ്രഹമാക്കി നിർത്തണം. മൂന്നാമത് പറയുന്നു, എന്റെ പ്രാർത്ഥനയുടെ ഉത്തരങ്ങളൊക്കെ പ്രാപിച്ചവരായി അനുസരണത്തോടെ ജീവിക്കാൻ എന്നെ സഹായിക്കണം കർത്താവേ. നമ്മളിപ്പോ ഇരിക്കുന്ന ഇടത്ത് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോവുകയാണ്. എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ തൊട്ടപ്പുറത്ത് നിൽക്കും. ബൈബിളൊക്കെ ഒന്ന് താത്തു വെച്ചാൽ, താഴെ വെച്ചാൽ, കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് താഴെ വെച്ചാൽ, താഴെ വെച്ചിട്ട് നമ്മുടെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന, അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ആളുകൾക്ക് നമ്മുടെ കൈ ഒന്ന് കൊടുത്തേ, തമ്മിലൊന്ന് പിടിച്ചേ. നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവരെ കൈ ഒന്ന് പിടിച്ചേ. കൈ പിടിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നാം പ്രാർത്ഥിക്കുമ്പോ നമ്മുടെ കൈ ആരുടെ കയ്യിലാണോ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവരെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കണം. അവരെ നമ്മൾ ഓർക്കണം. നമ്മൾ ഇനിയും അടുത്ത മുഴുരാത്രി പ്രാർത്ഥനയ്ക്ക് വരുന്നത് വരെ നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും നിന്നവരെ ഓർക്കും. ഓരോ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കാം. ഓക്കെ. 4-ാം തീയതി മുഴുരാത്രി പ്രാർത്ഥനയ്ക്ക് വരുന്നത് വരെ ഇന്ന് നിങ്ങളുടെ അപ്പുറത്തും ഇപ്പുറത്തും ആരാണോ നിന്നത്, നിങ്ങളുടെ കൈകൾ ആരുടെ കൈകളിലാണോ ചെന്ന് പിടിച്ചത്, അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. വൻ പാപഭാരമെല്ലാം നിൻ കൃപയാൽ നീക്കിയല്ലോ. വൻ പാപഭാരമെല്ലാം നിൻ കൃപയാൽ നീക്കിയല്ലോ. നിന്നിതമാമെന്റെ ശാപങ്ങൾ നീ നീക്കി നിന്മകനാക്കിയല്ലോ. നിന്നിതമാമെന്റെ ശാപങ്ങൾ നീ നീക്കി നിന്മകനാക്കിയല്ലോ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാമേശുവേ.
യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധ വണങ്ങട്ടെ, ഉന്നതന യേശുവേ. എന്നോട് പറയാമോ? യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധ വണങ്ങട്ടെ, ഉന്നതന യേശുവേ. ഹല്ലേലൂയ. നമ്മൾ നിൽക്കൽവേ ഒരേ സമയത്ത് നമ്മളെല്ലാവരും കൂടെ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഒരാളല്ല, നമ്മളെല്ലാവരും ഒരേ സമയത്ത് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് നാം കേൾക്കുന്ന വചനത്തിന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് തന്ന നല്ല കൂടിവരവിന് ഈ കൺവെൻഷൻ അനുഗ്രഹമാക്കി തീർത്തതോർത്ത് നമ്മുടെ സഭയ്ക്കായിട്ട്, നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട്, അവരുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾക്കായിട്ട്, അവരുടെ കുടുംബങ്ങൾക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം ഇന്നു മുതൽ തുടങ്ങുവാൻ, മുൻപോട്ടുള്ള ദിവസങ്ങൾ അനുഗ്രഹത്തിന്റെ നാളുകളാകുവാൻ, ഈ ദേശത്തിന് വലിയൊരു അനുഗ്രഹമായി നമ്മുടെ സഭ ഒന്നായിട്ട് നിൽക്കുവാൻ, വലിയൊരു ഐക്യത്തിന്റെ നാളുകളായി, അനുഗ്രഹത്തിന്റെ നാളുകളായി, ഒരുമയുടെ നാളുകളായി തീരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവമേ അവിടുന്ന് ഇടയാക്കണമേ. എന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവർ അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണം. ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിന്റെ സുവിശേഷം ഈ ദേശത്തുള്ളൊക്കെ പ്രഖ്യാപിക്കുവാൻ, സുവിശേഷത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ ജനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, അവിടുത്തെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, ഈ ദേശത്തിന് അനുഗ്രഹമാക്കി നൽകണമേ, ഈ സഭയെ അനുഗ്രഹിക്കണമേ, ഇതിന് നേതൃത്വം നൽകുന്ന അച്ഛനെ അനുഗ്രഹിക്കണമേ, ഇവിടുത്തെ ശുശ്രൂഷ ചെയ്യുന്ന നിന്റെ കുഞ്ഞുങ്ങളെ നേതൃത്വം നൽകുന്ന സഹോദരന്മാരെ അനുഗ്രഹിക്കണം. അവരെ വ്യക്തികളായി, കുടുംബങ്ങളായി ദൈവകൃപയിൽ തരുന്നുണ്ട്. ഞങ്ങൾ അല്പസമയം തിരുസന്നിധിയിൽ വചനത്തിന്റെ മുൻപാകെ ഇരിക്കുന്നു. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹത്തിന് മുഖാന്തരമാകണം. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ചതോർത്ത് സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഇരുന്നാട്ട് ശാന്തമായിട്ടിരുന്നാട്ട് നമ്മള് ഒരു 2 വാക്യങ്ങളൂടെ വായിക്കാനായിട്ട് പോവുകയാണ്. ഒരു വാക്യം പുതിയ നിയമത്തിൽ നിന്നാണ്, റോമർക്ക് എഴുതിയ ലേഖനം, വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ 12-ാമത്തെ അധ്യായം. റോമാലേഖനം അതിന്റെ 12-ാമത്തെ അധ്യായം 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ, 1ഉം 2ഉം വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. റോമർ 12:1-2. താങ്ക് യു. സഹോദരരെ, നിങ്ങൾ ശരീരങ്ങളെ പരിശുദ്ധവും ദേവന് പ്രിയവുമാണ് ജീവബന്ധങ്ങൾ ഒപ്പുകൊടുക്ക വേണ്ടുമെങ്കിൽ தேவனுடைய இரக்கங்களை முன்னிட்டு உங்களை வேண்டிக் கொள்கிறேன். இதுவே நீங்கள் செய்யத்தக்க புத்தியுள்ள ஆராதனை. நீங்கள் இந்த பிரபஞ்சத்திற்கு ஒத்தவேஷம் தெரியாமல் தேவனுடைய நன்மையும் பிரியமும் பரிபூர்ணமான சித்தம் இன்னதென்று பகுத்தறியத்தக்கதாக உங்கள் மன புதிதாயத்தினாலே மறுரூபமாகுங்கள். ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം ഗോസ്പൽ ഓഫ് സെയിന്റ് ജോൺ ചാപ്റ്റർ 14, 14-ാമത്തെ അധ്യായം അതിന്റെ 1, 2, 3 വാക്യങ്ങൾ. യോഹന്നാൻ அப்படி இருந்திருந்தால் நான் உங்களுக்கு சொல்லியிருப்பேன், ஒரு ஸ்தலத்தை உங்களுக்காக ஆயத்தம் பண்ண போகிறேன். நான் போய் உங்களுக்காக ஸ்தலத்தை ஆயத்தப்படுத்த பின்பு நான் இருக்கிற இடத்திலே நீங்களும் இருக்கும்படி நான் மறுபடியும் வந்து உங்களை இடத்தில் சேர்த்துக் கொள்வேன். അപ്പോ നമ്മൾ ആദ്യം വായിച്ച ഭാഗം റോമർക്ക് എഴുതിയ ലേഖനം, റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 1, 2 വാക്യങ്ങളാണ് വായിച്ചത്. അവിടെ പറയുന്നു, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച്
നിങ്ങളെ പ്രബോധിപ്പിക്കും. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. നമ്മളൊക്കെ ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ടുള്ളത്, ഒരുപക്ഷെ പ്രസംഗങ്ങൾ പലത് കേട്ടിട്ടുള്ളതാണ്, നമുക്ക് മനഃപ്പാഠമായിട്ടുള്ള വാക്യമായിരിക്കാം. ഇവിടെ ഈ വാക്യത്തെ നമ്മളൊന്ന് വേറൊരു രീതിയിലൊന്ന് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ പറയുന്നു, ഇതിനിടയ്ക്ക് രണ്ട് കൊച്ചു വര, ഹൈഫൺ എന്ന് പറയും. നമ്മൾ സാധാരണ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, ഒരു പാരഗ്രാഫ് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ലേഖനം വായിക്കുമ്പോൾ, ആ ലേഖനത്തിൽ ചിലയിടത്ത് ഒരു കോമ കാണും, ചിലയിടത്ത് ഒരു കുത്തും കോമായും സെമിക്കോളൻ കാണും, ചിലയിടത്ത് രണ്ട് കുത്ത് കോളൻ കാണും. അപ്പൊ അതിനൊക്കെ അർത്ഥമുണ്ട്. കോമയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് നിർത്തി പോകണം, നിർത്തി അടുത്തത് വായിക്കും, ഒരു ചെറിയ പോസ് സ്റ്റോപ്പ്. അതുപോലെ ഫുൾ സ്റ്റോപ്പിന് അവിടെ നന്നായിട്ട് നിർത്തണം. അപ്പോ അതുപോലെ ഒരു 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 സൈനാണ് ചെറിയൊരു വര, ഒരു കൊച്ചു വര, അതിന്റെ പേര് ഹൈഫൺ, ഒരു ചെറിയ വര. അപ്പോ നമ്മൾ വായിച്ചു വരുമ്പോൾ വായിക്കുന്ന ഭാഗത്ത് ഒരു ഹൈഫൺ കണ്ടാൽ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ എവിടെയെങ്കിലും വേറൊരു ഹൈഫൺ കാണും. ഒരു ഹൈഫൺ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ മുൻപോട്ട് പോകുന്ന എവിടെയെങ്കിലും ഒരു ഹൈഫൺ കാണും. അപ്പോ അത് നമ്മളോട് പറയുന്നത്, ആ ഹൈഫന്റെ ഉള്ളിലുള്ള രണ്ട് ഹൈഫന്റെ ഇടയിലുള്ളത് ഒരുമിച്ച് വായിക്കണം. അതിന്റെ രണ്ട് ഭാഗത്തും, ആ ഹൈഫണ് മുൻപിലുള്ളതും അടുത്ത ഹൈഫണ് ശേഷമുള്ളതും, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എനിക്കറിയില്ല, അത് ഒരുമിച്ച് വായിക്കണം. ഹൈഫണ് മുൻപിലുള്ളതും ഹൈഫൺ കഴിഞ്ഞുള്ളതും കൂടെ ഒരുമിച്ച് വായിക്കണം. അതിന്റെ ഇടയിലുള്ളത് പിന്നീട്, അത് അതിന്റെ വിശേഷണം, അത് അതിന്റെ വിവരണമാണ്. ഈ പുറത്തുള്ളതിന്റെ വിവരണമാണ് അകത്ത് കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ വായിക്കണം. അങ്ങനെയാണ് വായിച്ചു പോകുമ്പോൾ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാവും. അതുപോലെ നമുക്കിവിടെ ഒരു രണ്ട് ഹൈഫൺ ഇടാം. ഇവിടെ പറയുന്നു, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ, അത് കഴിഞ്ഞിട്ടൊരു ഒരു ഹൈഫൺ, ശരീരങ്ങളെ കഴിഞ്ഞിട്ടൊരു ഹൈഫൺ, എന്നിട്ട് ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള കഴിഞ്ഞിട്ടൊരു ഹൈഫൺ, അത് കഴിഞ്ഞിട്ട് എന്താ, യാഗമായി സമർപ്പിക്കും. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ യാഗമായി സമർപ്പിക്കും. ഹൈഫണ് മുമ്പുള്ളതും ഹൈഫൺ കഴിഞ്ഞുള്ളതുമാണ് ഞാൻ വായിച്ചു. ശരീരങ്ങളെ യാഗമായി സമർപ്പിക്കും. എങ്ങനെയുള്ള യാഗമാണ് എന്നാണ് അതിനുള്ളിൽ കിടക്കുന്ന മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, എങ്ങനെയുള്ള യാഗമായിരിക്കണം? ജീവനുള്ള യാഗമായിരിക്കണം, വിശുദ്ധിയുള്ള യാഗമായിരിക്കണം, ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിരിക്കണം. വിശുദ്ധ പൗലോസ് റോമിലെ സഭയ്ക്ക് എഴുതുമ്പോൾ, റോമിലെ ദൈവമക്കൾക്ക് എഴുതുമ്പോൾ, അതിന്റെ തുടക്കം തന്നെ പൗലോസ് പറയുന്നത് റോമിലെ വിശുദ്ധന്മാർക്ക് എഴുതുകയാണെന്നാണ് പറയുന്നത്. പൗലോസ് അവിടെ പോയിട്ടില്ല. പൗലോസ് സുവിശേഷം പറഞ്ഞ് തുടങ്ങിയ സഭയല്ല. പൗലോസ് അവിടെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെങ്കിൽ അവിടെയുള്ള വിശ്വാസികളെ കുറിച്ച് പൗലോസ് കേട്ടപ്പോൾ അവർക്ക് ചില നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം, ഒരു ലേഖനം എഴുതാം, ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാം, ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്താം, ചില ഉപദേശങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ അവരെ സഹായിക്കാം. റോമാലേഖനം മുഴുവൻ നീതീകരണത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ. അപ്പോ ആ കൂട്ടത്തിലാണ് പൗലോസ് ഇവിടെ പറയുന്നത്, നിങ്ങൾ വിശുദ്ധന്മാരെന്ന് ഞാൻ നിങ്ങളെ കുറിച്ച് പറഞ്ഞു, പക്ഷേ നിങ്ങൾ വിശുദ്ധന്മാരാകൊണ്ട്, ദൈവത്താൽ വിളിക്കപ്പെട്ടവരെല്ലാവരും വിശുദ്ധന്മാരെന്നുള്ള ആ ഒരു രീതി കൊണ്ടാണ് പൗലോസ് അങ്ങനെ പറഞ്ഞത്. റോമിലെ വിശ്വാസികളെല്ലാം വിശുദ്ധന്മാരാണ്. അപ്പോ വിശുദ്ധന്മാരായ ദൈവമക്കളായ വിശ്വാസികളായ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ യാഗമായി സമർപ്പിക്കണം. അതൊരു ആരാധനയാണ്. ജീവനുള്ള ആരാധന, ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ യാഗമായി
സമർപ്പിക്കണം. യാഗം എന്ന് പറഞ്ഞാൽ എന്താ? ഉം? എന്തോ? തമിഴിൽ എന്തോ പറഞ്ഞു? ബലി. ബലി. മലയാളത്തിലും ആവാറുണ്ട് ബലി. അപ്പോ നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ ബലിയായി സമർപ്പിക്കണം. ഈ കാശ്മീരിൽ ഒക്കെ നമ്മൾ പോവുകയാണെങ്കിൽ ഈ തണുപ്പ് സമയം, അവിടെ മിക്കവാറും ഒക്കെ തണുപ്പാണ്. ഇവിടെയായിട്ട് നമുക്കിപ്പോൾ തണുപ്പുണ്ട്. അപ്പോ കാശ്മീരിൽ ഈ തണുപ്പ് സമയത്ത് പോയാൽ അവർ ഈ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഗ്ലൗസ് കയ്യിലിടും. ഇവിടെ ഇടും കയ്യിൽ ഗ്ലൗസ്, സോക്സ്, കമ്പിളി, ഇതെല്ലാം കമ്പിളിയാണ്. അകത്തൊരു സ്വെറ്റർ ഇടും. പിന്നെ അതിന്റെ പുറത്ത് വേണമെങ്കിൽ ഒരു നീളമുള്ള വലിയ സ്വെറ്റർ ഇടും. അതിന്റെ പുറത്ത് ഒരു ഷോള് കൊണ്ട് മൂടും. ഒരു മങ്കി ക്യാപ്പ് വെക്കും. ചെവിയൊക്കെ മൂടി, തലയൊക്കെ മൂടി, കണ്ണു മാത്രം വെളിയിൽ കാണത്തക്കതുപോലെ മങ്കി ക്യാപ്പ് കാണാം. എല്ലാം കമ്പിളിയാണ്, തണുപ്പടിക്കാതിരിക്കാൻ. അവർ വെളിയിൽ പോകുമ്പോൾ ഇതിന്റെ എല്ലാം പുറത്ത് ഇതെല്ലാം ഉണ്ട്. എന്നിട്ട് ഈ ഷോളിന്റെ ഒക്കെ അകത്തുണ്ടല്ലോ ഒരു നെരിപ്പോട് കയ്യിൽ പിടിച്ച്. നമ്മൾ ഈ മൊബൈലൊക്കെ വാങ്ങിക്കുമ്പോഴേ ഇപ്പൊ ഏതെല്ലാം സ്റ്റൈലിലാ മൊബൈല്. പണ്ടത്തെ മൊബൈലാണ് ഇത്രയും നീളമുള്ള സാധനമാണ് മൊബൈൽ തുടങ്ങിയപ്പോ. ഇപ്പോ ഏതെല്ലാം വലിപ്പമാ, ഏതെല്ലാം രീതിയാ, കണ്ടാൽ എത്ര മനോഹരമായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോ അവർക്ക് നെരിപ്പോട് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? തീയിട്ട്, തീയും കരിയും കൂടിയിട്ട് ചെറിയ അല്പം അവർക്ക് ഉള്ളിൽ ചൂട് കിട്ടാൻ. മനസ്സിലായോ? എന്തോ അതിനെന്തോ പറയും തമിഴില്? നെരിപ്പോട്. നമ്മള് തണുപ്പത്ത് ചൂട് കിട്ടാനായിട്ട് തീ കത്തിക്കത്തില്ലേ? അതിനെന്തോ പറയുന്നു? തീ കായത്തില്ലേ? അതിനൊരു വാക്കുണ്ടോ തമിഴില്? എനിക്ക് അറിയാൻ വയ്യാതെ. അത് എന്തോ ആയാലും അതിന്റെ ഒരു ചെറിയ അത് നമ്മൾ ഈ വലിയ പാത്രത്തിലോ അല്ലെങ്കിൽ വലിയ ചട്ടിയിലോ ഒക്കെയാണ് നമ്മൾ തീ കത്തിക്കുന്നത്. അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് കുറെ വിറകൊക്കെ കൂടിയിട്ട് തീ കത്തി അത് വെച്ചിട്ട് നമ്മൾ ഇരിക്കും. ഇതിപ്പോ അവിടെ ഭയങ്കര തണുപ്പാണ്, കമ്പിളി ആയിട്ടൊക്കെ നമ്മൾ അങ്ങനെ തീ കത്തിക്കാൻ ഒക്കത്തില്ല. അപ്പോ ആ നെരിപ്പോട്, ആ ചൂട് കിട്ടാനുള്ള ആ സാധനം വളരെ രസകരമായിട്ട് കൊച്ചു ചെറിയ സാധനമായിട്ട് ഉണ്ടാക്കി അതിനകത്ത് ചെറിയ അല്പ 2 കരിയും ഒക്കെ ഇട്ട് അതിന് തീ കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ പിടിച്ചോണ്ട് പോകാം. ഷോളിനകത്ത് ഇങ്ങനെ പിടിച്ചോണ്ട് പോകുമ്പോൾ അതിൽ നിന്ന് പൊങ്ങി വരുന്ന ഈ പുകയുണ്ടല്ലോ, ഈ ഷോളിന്റെ ഒക്കെ ഇടയ്ക്കൂടെ ഇങ്ങനെ മുകളിലോട്ട് പോകുന്നതാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലായോ? നിങ്ങൾക്ക് അതിനെ മനസ്സിലാക്കാൻ സാധിച്ചോ? അപ്പൊ ഷോളിന്റെ ഒക്കെ ഇടയ്ക്കൂടി ഇങ്ങനെ മുകളിലോട്ട് പോകും. അപ്പൊ ദൂരെ നിന്ന് ആരെങ്കിലും നോക്കിയാൽ ഒരുത്തൻ പോകുന്നു, അവന്റെ ഷോളിന്റെ, നമ്മൾ ചെന്ന് നോക്കിയാൽ, കേരളത്തിൽ നിന്നോ തമിഴ്നാട്ടിൽ നോക്കിയുള്ളവര് അവിടെ ചെന്ന് നോക്കിയാൽ അവൻ പോകുന്ന ഇതിലൂടെ ഒക്കെ പോകുന്നു. അതല്ല, ഇതാ കാര്യം. അവന് കയ്യിലൊരു നെരിപ്പോട് വെച്ചിട്ടുണ്ട്, അതിലെ തീയാണ്. ഈ ഭാഗം വായിച്ചപ്പോ എനിക്കത് ഓർമ്മ. അപ്പോ അവന്റെ ഇവിടെ പൗലോസ് എന്താ പറയുന്നത്? നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ യാഗമായി സമർപ്പിക്കണം. യാഗം, ബലി. പഴയ നിയമത്തിലെ 2 പ്രധാനപ്പെട്ട ബലികൾ ഏതൊക്കെയാണ്? ഒന്ന്, വിശ്വാസികളുടെ പിതാവായ അബ്രഹാം തന്റെ 100 വയസ്സിൽ തനിക്ക് കിട്ടിയ മകൻ ഇസഹാക്കിനെ ദൈവത്തിനു വേണ്ടി മോറിയാദേശത്ത് ദൈവം കാണിക്കുന്ന പർവ്വതത്തിൽ, മോറിയാദേശത്ത് അനേക പർവ്വതങ്ങളുണ്ട്, മലകളുണ്ട്. അതിൽ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ കാണിക്കുന്ന മലയിൽ, പർവ്വതത്തിൽ നീ നിന്റെ മകനെ, ഏകജാതനെ ഇസഹാക്കിനെ തന്നെ എനിക്ക് യാഗമായിട്ട്, ബലിയായിട്ട് തരണം. ഭാര്യയോട് പോലും പറയാതെ അബ്രഹാം മകനുമായിട്ട് പോയി. ആ കഥയൊക്കെ നമുക്കറിയാം. മകൻ ചോദിച്ചു, ആ മലയുടെ താഴെ ചെന്ന് മല കയറാൻ തുടങ്ങിയപ്പോൾ മകൻ നോക്കിയപ്പോ വിറകുണ്ട്, കത്തിയുണ്ട്, തീയൊക്കെ ഉണ്ടാക്കാം.
എല്ലാം ചെയ്യാം. പക്ഷേ എന്തിനെയാ ബലി കഴിക്കുന്നത്? ബലി കഴിക്കാനുള്ള മൃഗം ഇല്ല. അപ്പനോട് ചോദിച്ചു, അപ്പ എവിടെയാ ആട്ടിൻകുട്ടി? എവിടെ? ആടെവിടെ ബലി കഴിക്കാൻ? അബ്രഹാം പറഞ്ഞു, യഹോവ കരുതിക്കൊള്ളും. എന്തോ വിശ്വാസമാണെന്ന് നോക്കും. യഹോവ കരുതിക്കൊള്ളും. നമ്മളാണെങ്കിൽ എന്തോ ചെയ്യും? അത് നമ്മളങ്ങ് പറഞ്ഞ് ചിന്തിച്ചാൽ ഈ 100 വയസ്സുള്ളപ്പോ എനിക്ക് ഒരു കുഞ്ഞിനെ തന്ന ഇപ്പൊ അതിനെ ബലി കൊടുക്കണം അല്ലേ? എന്തോ കാര്യമായി? ഞാൻ കൊടുക്കത്തില്ല. പക്ഷെ അബ്രഹാം അങ്ങനെയല്ലായിരുന്നു. അബ്രഹാം പറഞ്ഞു, ഞാൻ തരാം. വിശ്വാസത്തോടെ മല കയറി അവിടെ ചെന്ന് ബലി പീഠം, യാഗപീഠമൊക്കെ ഉണ്ടാക്കി വിറക്, ഈ ബാലന്റെ തലയിൽ വെച്ച് കൊണ്ടുപോയ വിറക് അവിടെ അടുക്കി. അടുത്തതെന്തോ ഇവനിങ്ങനെ നോക്കിയിരിക്കുക. അപ്പോഴാണ് അപ്പൻ വന്ന് ഇവനെ പിടിച്ചു കെട്ടി, കൈയും കാലും കെട്ടി അതിന്റെ മുകളിൽ വെച്ചു. ഏതാണ്ട് 10, 13, 14 വയസ്സുള്ള ബാലനാണ്. അവൻ അനുസരണത്തോടെ അവൻ അവിടെ കിടന്നു. അപ്പൻ കത്തിയോങ്ങി പുറകിൽ നിന്നൊരു ശബ്ദം കേട്ടു, അബ്രഹാമേ, അബ്രഹാമേ, ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്. പുറകോട്ട് ശബ്ദം കേട്ട സ്ഥലത്തോട്ട് നോക്കിയപ്പോൾ എന്ത് കണ്ടു? ഒരു നല്ല ആട്ടുകൊറ്റൻ മുള്ളിൽ കുരുങ്ങി കിടക്കുന്നത്. ബാലനെ, സ്വന്തം മകനെ അഴിച്ചു വിട്ടിട്ട് ആ ആട്ടുകൊറ്റനെ എടുത്ത് ആ മകന്റെ സ്ഥാനത്ത് യാഗപീഠത്തിന്മേൽ വെച്ച് യാഗം കഴിച്ചു, ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നാണ് പറയുന്നത്. അബ്രഹാമിന്റെ അനുസരണവും തന്റെ മകനായ ഇസഹാക്കിന്റെ അനുസരണവും ഒരുപോലെ അവരെ അനുഗ്രഹത്തിൽ കൊണ്ടുചെന്ന് എത്തിച്ചു. അപ്പോ ഇവിടെ പറയുകയാണ്, നീ നിന്റെ ശരീരത്തെ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ബലി കഴിക്കണം, ബലിയായി കൊടുക്കണം, യാഗമായി കൊടുക്കണം. രണ്ടാമത്തെ ബലി എവിടെയാ കാണുന്നത്? മറ്റൊരു ബലി, വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു യാഗം. ഇസബേൽ രാജ്ഞിയുടെ സമയത്തായിരുന്നു. ഏത് പ്രവാചകനാ പേര് പറയാമോ? ഏലിയ പ്രവാചകൻ ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ദേശത്ത് മഴ പെയ്യില്ല എന്നുള്ളൊരു പ്രവചനവുമായിട്ട് പോയതോർക്കുന്നു. ആ പ്രവാചകൻ അവിടുത്തെ ബാലിന്റെ പ്രവാചകന്മാരുമായിട്ട് ഒരു സംസാരമുണ്ട്. ബാലിന്റെ പ്രവാചകന്മാരോട് പറഞ്ഞു, ഒരു കാര്യം നമുക്ക് ചെയ്യാം. നമ്മുടെ ദൈവങ്ങൾ ആരാണ് യഥാർത്ഥ ദൈവം എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു കാര്യം ചെയ്യാം, കർമ്മേൽ എന്ന പർവ്വതത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാം. അവിടെ നമുക്ക് യാഗപീഠം പണിത് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യാം. ചെയ്തിട്ട് നിങ്ങൾ ആദ്യം ചെയ്തു, യാഗം കഴിച്ചു. യാഗത്തിന് ഉള്ള വസ്തു വെച്ച് നിങ്ങളുടെ യാഗ മൃഗത്തിന്മേൽ തീ ഇറങ്ങിയാൽ നിങ്ങളുടെ ദൈവമാണെന്ന് ഞാൻ അംഗീകരിക്കാം. അല്ല, നിങ്ങളുടെ യാഗത്തിന്മേൽ തീ ഇറങ്ങാതെ എന്റെ യാഗപീഠത്തിന്മേൽ തീ ഇറങ്ങി യാഗ വസ്തുവിനെ ദഹിപ്പിച്ചാൽ എന്റെ ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന് നിങ്ങൾ അംഗീകരിച്ചേ നോക്കൂ. നമുക്ക് ആ കാര്യം അറിയാമല്ലോ. ഏലിയാവ് കർമ്മേൽ മലയിൽ നടത്തിയതായിട്ടുള്ള ആ വലിയ ബലി, ബാലിന്റെ 400 പ്രവാചകന്മാരെ കൊന്ന ആ സാഹചര്യം, ജീവനുള്ള ദൈവത്തിന്റെ തീ മുകളിൽ നിന്നും ഇറങ്ങി ഏലിയാവിന്റെ യാഗപീഠത്തിന്മേലുള്ള യാഗവസ്തുവിനെ ദഹിപ്പിച്ചു. അത് വലിയൊരു ബലിയായി, യാഗമായിരുന്നു. ആ യാഗത്തിന്റെ പുക മുകളിലേക്ക് ഉയർന്നു. ആ ദേശമെല്ലാം പുകയായി. ജീവനുള്ള സ്വർഗത്തിലെ ദൈവം ഏലിയാവിന്റെ ദൈവമാണ് യഥാർത്ഥ ദൈവം, ജീവിക്കുന്ന ദൈവമെന്ന ദേശം അംഗീകരിച്ചു. ബാലിന്റെ പ്രവാചകന്മാർ പേടിച്ചോടി. ഏലിയാവ് പറഞ്ഞു, പിടിച്ചോണ്ട് വന്ന എല്ലാവരെയും തട്ടിയേക്കണം. 2 പ്രസിദ്ധമായിട്ടുള്ള ബലി
വേറെ ഒത്തിരി യാഗങ്ങളുണ്ട്, എന്നാൽ അതിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള രണ്ടെണ്ണമായത് അബ്രഹാം കഴിച്ച ബലിയും ഏലിയ പ്രവാചകൻ കഴിച്ച ബലിയും. ഇവിടെ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ യാഗമായി സമർപ്പിക്കണം. ആ യാഗം, ആ ബലി എങ്ങനെയുള്ള ബലിയായിരിക്കും? ഒന്നാണ്, അത് ജീവനുള്ള ബലിയായിരിക്കണം. ബലി ജീവനുള്ളതാണ്. ബലിയിൽ തന്നെ മരണമാണ് സംഭവിക്കുന്നത്. ബലി എന്ന് പറഞ്ഞാൽ തന്നെ കത്തി ഇല്ലാതെയാകുന്നതാണ്. ജീവനുള്ള ഒന്ന് യാഗപീഠത്തിന്മേൽ വെച്ച് തീ വെച്ച് അതിനെ കത്തി ചാമ്പലാക്കുന്ന, ചാരമാക്കുന്ന അവസ്ഥയാണ് ബലി എന്ന് പറയുന്നത്. ഇവിടെ പറയുകയാണ്, നിന്റെ ബലി, നിന്റെ ശരീരത്തെ ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കണം എന്ന് പറഞ്ഞാൽ, ഞാൻ കാശ്മീരിലെ കാര്യം പറഞ്ഞല്ലേ, ഞാനും നിങ്ങളും ഒരു ദൈവ പൈതൽ ഈ വാളാടിയിൽ കൂടെ നടന്നു പോകുമ്പോൾ, വണ്ടിപ്പെരിയാർ ടൗണിൽ കൂടെ നടന്നു പോകുമ്പോൾ നാം എന്തെല്ലാം കാര്യം കാണും, അല്ലെ? കണ്ണുകൊണ്ട് എന്തെല്ലാം കാര്യം കാണും. നമ്മൾ ഒരുപക്ഷെ എന്നുണ്ടെങ്കിൽ അവിടെയുള്ള മതിലിൽ മേൽ ഒത്തിരി പോസ്റ്ററുകൾ കാണും, അല്ലെ? ഒട്ടിച്ചിരിക്കുന്നത്, പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത് കാണത്തില്ലേ? അത് ഏതെല്ലാം രീതിയിലുള്ള പോസ്റ്ററുകളാണ്. ഒരു ഭക്തനായിട്ടുള്ള മനുഷ്യൻ പറഞ്ഞു, ഞാൻ യാത്ര ചെയ്ത് മടങ്ങി വീട്ടിൽ വരുമ്പോഴാണ് എന്നെ ശാരീരികമായി അങ്ങ് തകർക്കുന്നത്. ശാരീരികമായി ഞാൻ തളർന്നു പോകും യാത്ര കഴിഞ്ഞ് വരുമ്പോൾ. എന്ന് പറഞ്ഞാൽ, യാത്രയിൽ താൻ കാണുന്നതായിട്ടുള്ള ഇതുപോലെയുള്ള പോസ്റ്ററുകൾ, എഴുത്തുകൾ ഒക്കെ അവനെ പല കാര്യങ്ങൾ ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കും, അവനെ മറ്റ് ചിന്തകളിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ച് ശാരീരികമായി തളർന്നവനായിട്ടാണ് ഭവനത്തിൽ മടങ്ങിയത്. നമ്മൾ റോഡിൽ കൂടെ നടക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, വാഹനത്തിൽ പോകുമ്പോൾ എന്തെല്ലാം പോസ്റ്ററുകൾ കാണും, എന്തെല്ലാം പോസ്റ്റേഴ്സ്, ഏതെല്ലാം പടങ്ങൾ. അത് കാണുമ്പോൾ നാം അതിനോട് ആകർഷിക്കപ്പെടും. നമ്മുടെ ചിന്തകൾ മാറും. നാം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴുള്ള ചിന്തയോ ഭാവമോ ആയിരിക്കുകയില്ല നമ്മുടെ അമ്മയുടെ ചിന്ത. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് തിരിച്ചു വീട്ടിൽ വരുമ്പോൾ നമ്മൾ വേറൊരാളായിട്ടാണ് മടങ്ങി വരുന്നത്. എന്നാൽ ഇവിടെ പൗലോസ് ഇവരോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ള യാഗമായി, ബലിയായി സമർപ്പിക്കണം. നിങ്ങൾ നടന്നു പോകുമ്പോൾ, നിങ്ങളുടെ യാത്രയിൽ, നിങ്ങളുടെ നോട്ടത്തിൽ, നിങ്ങളുടെ കാഴ്ചയിൽ, നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ദൈവത്തിന്റെ വിശുദ്ധിക്ക് വിരുദ്ധമായിട്ടുള്ള എല്ലാ കാഴ്ചകളും, എല്ലാ പോസ്റ്ററുകളും, നിങ്ങളുടെ കണ്ണിൽപ്പെടുന്ന സകലവും അത് ദൈവത്തിന്റെ വിശുദ്ധിക്ക് ചേർന്നതല്ല എങ്കിൽ നിങ്ങൾ അതിനെ നിങ്ങളുടെ ഉള്ളിൽ ഉള്ള യാഗപീഠത്തിന്റെ മേലോട്ട് തട്ടിയിട്ട് തീ കൊളുത്തി അത് കത്തിച്ചാമ്പലാകുന്നത് നിങ്ങൾ നോക്കണം. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന യാഗം പുറത്തുള്ള ആളുകൾ, നിങ്ങളെ ശ്രദ്ധിക്കുന്നവർ കാണണം. ഉള്ളിൽ നടക്കുന്ന യാഗത്തിന്റെ പുക നിങ്ങളുടെ മുകളിലേക്ക്, വെളിയിലേക്ക് വരുന്നത് സമൂഹം കാണും, ജനം കാണും, ദേശം കാണും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾ നടക്കുമ്പോൾ ജീവനുള്ള ദൈവത്തിന്റെ വിശുദ്ധിക്ക് വിരുദ്ധമായി നിങ്ങൾ കാണേണ്ടി വരുന്നത്, നിങ്ങളുടെ മുൻപിൽ വരുന്നത്, നിങ്ങളെ എതിരേറ്റു വരുന്നത് ഒക്കെ നിങ്ങൾ തട്ടി ആ യാഗപീഠത്തിന്റെ മേലെ കിടണം. ആ യാഗപീഠത്തിന് മേലെ അത് കിടന്ന് കത്തി ചാമ്പലാകും, പുക വെളിയിലേക്ക് പോകും. നമ്മുടെ തലയിൽ പോയി, നമ്മുടെ വസ്ത്രത്തിന്റെ ഇടയിൽ പോയി പുക പോകുന്നത് ജനം കാണും, മറ്റുള്ളവർ ദേശം കാണും. അപ്പോഴവർക്ക് മനസ്സിലാകും, ഇവരുടെ ഉള്ളിൽ ഒരു യാഗം നടക്കും, ഇവരുടെ ഉള്ളിൽ ഒരു ബലി നടക്കും. ജീവനുള്ള ദേഹമായിട്ട് നടക്കുന്ന ഈ മനുഷ്യന്റെ ഉള്ളിൽ നടക്കുന്ന ഈ യാഗം, ബലി ദേശം കാണണം. പറഞ്ഞത് മനസ്സിലായോ? അതാണ് പൗലോസ് പറയുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ യാഗമായി സമർപ്പിക്കണം, ബലിയായി സമർപ്പിക്കണം. എങ്ങനെയുള്ള യാഗം? ഒന്ന്, ജീവനുള്ള യാഗമാണ്. നിങ്ങൾ കത്തിച്ചാമ്പലാകുകയല്ല, പക്ഷെങ്കിൽ
ദൈവത്തിന് വിരുദ്ധമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ പൊങ്ങുന്ന ചിന്തകളെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കത്തിച്ച് ബലിയായിട്ട് യാഗമായിട്ട് കളയണം. അവിടെയാണ് നിങ്ങളുടെ വിശുദ്ധി ആരംഭിക്കുന്നത്. അവിടെയാണ് ദൈവത്തോടുള്ള നിങ്ങളുടെ വിശ്വസ്തതയുടെ ആരംഭം, തുടക്കം. രണ്ടാമത് ഇവിടെ പറയുന്നു, നിങ്ങൾ ബുദ്ധിയുടെ ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ യാഗമായി സമർപ്പിക്കണം. അതെങ്ങനെയുള്ള യാഗമാണ്? രണ്ടാമത്തേത് വിശുദ്ധിയുള്ള യാഗം. അങ്ങനെയല്ലേ പറയുന്നത്? ഒന്ന് തമിഴൊന്ന് വായിച്ച് ആ മൂന്ന് കാര്യം എങ്ങനെയാണെന്ന് വായിച്ച്. ആ ഒന്ന് ഉറക്കെ വായിച്ച്. ഉണ്ട് അതിനകത്തുണ്ട്. പരിശുദ്ധവും ദേവനക്ക് പ്രിയമാക ജീവബലിയായി. അപ്പൊ ഈ മൂന്ന് വാക്കുകൾ ഇവിടെ വന്നു. മലയാളത്തിൽ ആദ്യം വന്നു എന്നുള്ള, ജീവൻ ആദ്യം വന്നു എന്നുള്ളതേ ഉള്ളൂ. തമിഴിലത് ഒടുവിൽ വന്നു എന്നുള്ളത്. അപ്പൊ ഒന്ന് ഞാൻ പറഞ്ഞു, ജീവനുള്ള യാഗം, ജീവബലിയായിരിക്കും. രണ്ടാമത് പറയുന്നു, അത് പരിശുദ്ധമായ യാഗം, വിശുദ്ധിയുള്ള യാഗമായിരിക്കാം. നിങ്ങൾ കഴിക്കുന്ന യാഗം അത് വിശുദ്ധിയുള്ള യാഗമായിരിക്കണം. നിങ്ങളുടെ ശരീരം വിശുദ്ധിയായിട്ട് സൂക്ഷിക്കണം. നിങ്ങളുടെ ഉള്ളിൽ യാഗം നടക്കുമ്പോൾ ശരീരം വിശുദ്ധിയുള്ളതല്ലെങ്കിൽ ആ യാഗം കൊണ്ട് പ്രയോജനമൊന്നും ഇല്ല എന്ന് പൗലോസ് പറയുന്നത് റോമിലെ സഭയ്ക്ക് എഴുതുമ്പോൾ അവരെ ഓർപ്പിക്കുന്നുണ്ട്. കൊരിന്തിലെ സഭയ്ക്ക് എഴുതുമ്പോൾ അവരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും എന്ന് പറഞ്ഞാൽ, ദൈവവിശുദ്ധിക്ക് വിരുദ്ധമായതൊന്നും ഈ ശരീരത്തോട് അടുപ്പിക്കരുതെന്ന്. മനസ്സിലായോ? ഈ ശരീരം, എന്റെയും നിങ്ങളുടെയും ശരീരം ദൈവത്തിന്റെ ആലയം, ദൈവത്തിന്റെ മന്ദിരമാണെന്നാ പറയുന്നത്. ദൈവാലയമാണ് ഈ ശരീരം. അപ്പോ ദൈവാലയമായ ഈ ശരീരത്തിലേക്ക് പുക പിടിച്ച് ഇങ്ങോട്ട് വരുന്നു. ഒരു മനുഷ്യൻ പറഞ്ഞു, മനുഷ്യൻ പുക വലിക്കണം, സിഗരറ്റ് വലിക്കണം, ബീഡി വലിക്കണം എന്ന ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ തലയുടെ മേലൊരു ചിമ്മിനിയുടെ വച്ചിരുന്നേ ഉള്ളൂ. മനസ്സിലായോ? പുക പോകാനേ. പക്ഷെ ചിമ്മിനി ഇല്ലല്ലോ. അപ്പൊ ദൈവത്തിന്റെ പദ്ധതിയല്ല നാം പുക വലിക്കണമെന്നുള്ളത്. അതുപോലെയല്ല സഭ്യമായിട്ടുള്ളത് മാത്രമേ ചെയ്യാവൂ. ദൈവത്തിന്റെ വിശുദ്ധിക്ക് ചേർന്നത് മാത്രമേ മനുഷ്യൻ ചെയ്യാവൂ എന്ന് ദൈവം ആഗ്രഹിച്ചുകൊണ്ടാണ് അവൻ ഈ ശരീരം കൊടുത്തത്. ഇത് ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ ആലയമാണ്. അതുകൊണ്ട് അല്പം തണ്ണി അടിക്കുന്നതും പുകയടിക്കുന്നതും ഒക്കെ ദൈവത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമാണ്. ഈ ആലയത്തെ നശിപ്പിക്കുകയാണ്, ദൈവത്തിന്റെ വിശുദ്ധിക്ക് വിരുദ്ധമാണ്. ഇതെല്ലാം ഓർപ്പിക്കാനാണ് പൗലോസ് പറയുന്നത്. നീ നിന്റെ ശരീരത്തെ ബലിയായി കൊടുക്കണം, അത് വിശുദ്ധിയുള്ള ബലിയായിട്ട് കൊടുക്കണം. ഈ നമ്മള് വാരണാസി, വടക്കൻ കാശി ഗംഗാ നദിയുടെ തീരമാണ്. ഗംഗാ നദി ഹൈന്ദവരുടെ ഏറ്റവും പുണ്യ നദിയാണ്. അപ്പോ അവിടെ പോയി നിന്നാൽ നമുക്ക് കാണാം, ആ ഗംഗാ നദിയുടെ കരയിൽ മണൽപ്പുറത്ത്, ഒരു നദിയുടെ മണൽപ്പുറത്തെ ബീച്ചിലൊക്കെ പോയി നമ്മൾ ഒരു കമ്പ് നാട്ടിയാൽ അത് എത്ര നാൾ നിൽക്കും? മണല കുറച്ച് നാളൊക്കെ നിൽക്കും. അവിടെ ദൂരെ നിന്നുള്ള പ്രായം ചെന്ന ആളുകൾ വന്ന് ഗംഗയുടെ തീരത്ത് കിടന്നു മരിച്ചാൽ, അവിടെ കിടന്നു മരിച്ചാൽ അവർക്ക് നേരെ മോക്ഷമാണെന്നാണ് അവരുടെ വിശ്വാസം. അവർ നേരെ സ്വർഗത്തിൽ പോകുന്ന അവരുടെ വിശ്വാസം. അപ്പൊ അതിനുവേണ്ടി പ്രായമുള്ള ആളുകൾ, ഒത്തിരി ആളുകൾ അവിടെ വന്ന് ഒരു കുടിലെന്ന് പറഞ്ഞാൽ അത് കുടിലല്ല, ഒരു 4 കമ്പ് ഇങ്ങനെ നാട്ടി അതിന്റെ മുകളിൽ എന്തെങ്കിലും ഒന്ന് വെച്ച് കുറച്ച് ഓല
കഷ്ണവും പല മരങ്ങളുടെ ചില്ലിയോ ഒക്കെ കൊണ്ടിട്ട് തണലിന് വേണ്ടി മാത്രം, എന്നാലും തണലൊന്നും കിട്ടത്തില്ല. എന്നിട്ട് അവര് അതിന്റെ കീഴിൽ ഇങ്ങനെ ഇരിക്കും. ആരെങ്കിലും എന്തെങ്കിലും ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് കൊടുത്താൽ അവർ കഴിക്കും. അല്ലെങ്കിൽ അവരുടെ താല്പര്യം അവിടെ കിടന്ന് മരിക്കണം. അവർക്ക് പ്രായമായി അവിടെ കിടന്ന് മരിക്കണം, മോക്ഷം പ്രാപിക്കണം. എന്നിട്ട് അവിടെ പല പല ദഹന സ്ഥലമുണ്ട്, ഈ മരിച്ച ശവങ്ങൾ ദഹിപ്പിക്കാനുള്ള. ദഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അതിന് തീയൊക്കെ കൊടുത്ത്, ഹൈന്ദവ ആചാരപ്രകാരം തീ കൊടുത്ത് അങ്ങനെ ദഹിപ്പിക്കുന്ന പല സ്ഥലങ്ങളുണ്ട്. അത് നമ്മൾ അറിയപ്പെടുന്ന വലിയ വലിയ ആളുകളുടെ, ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധിജി, അതുപോലെയൊക്കെ പേരുള്ള വലിയ ആളുകളുടെ പേരിൽ ഉള്ള ദഹന സ്ഥലത്ത് ദഹിപ്പിക്കണമെങ്കിൽ ഒത്തിരി പണം കൊടുക്കണം, ഒത്തിരി പൈസ കൊടുക്കണം. എന്നാൽ ആരും അറിയാത്ത പാവങ്ങളുടെ പേരിട്ടിട്ടുള്ള ദഹന സ്ഥലമാണെങ്കിൽ ആ ആറിന്റെ തീരം മുഴുവൻ ദഹന സ്ഥലമാണ്. അപ്പം ആരും അറിയാത്ത പാവപ്പെട്ടവരുടെ പേരിലുള്ളതാണെങ്കിൽ പൈസ കുറച്ചുമാണ്. ഏതായാലും അവിടെ നമ്മൾ ചെന്ന് നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം എത്ര ശവശരീരമാണ് അവിടെ വരുന്നത്, ഡെഡ് ബോഡി അവിടെ വരുന്നതെന്നറിയാം. മുള എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാ, മുള തന്നെ. മുള ഈ കുരിശു പോലെ വെക്കും, ഇങ്ങനെ വെച്ചിട്ട് ക്രോസ് കെട്ടി ഈ ശവശരീരം അതേ വെച്ച് കിട്ടും. ഇങ്ങനെ കൈയൊക്കെ നീട്ടി വെച്ച് ശവശരീരം കെട്ടി ഫ്ലൈറ്റിലൊക്കെയാണ് വരുന്നത്. ഫ്ലൈറ്റിന് വന്നിട്ട് അവര് ഈ ഗംഗയുടെ തീരത്ത് ഈ ശവദാഹം നടത്തുന്ന ആ സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് അവിടെ വയ്ക്കും. അപ്പൊ ഈ ശവദാഹം നടത്തുന്ന അല്ലെങ്കിൽ അത് ദഹിപ്പിക്കുന്ന 2 പേര് കാണും എല്ലാ ഘാട്ടിലും. ഘാട്ടെന്നാ പറയുന്നത് ഈ ദഹിപ്പിക്കുന്ന സ്ഥലം. അപ്പൊ ഒരാള് ഈ മൃതദേഹം കൊണ്ട്, ശവശരീരം കൊണ്ട് ക്യൂ ആയിട്ട് വെക്കും. ആദ്യം വന്നവർക്ക് ആദ്യം, അങ്ങനെ. എന്നിട്ട് ഈ ദഹിപ്പിക്കുന്ന ആളുകൾ ചരടൊക്കെ കെട്ടൊക്കെ അഴിച്ച് അതിന്റെ 2 പേരുണ്ടല്ലോ. അപ്പോ ഒരാള് കാലെ പിടിക്കും, ഒരാള് കയ്യിൽ പിടിക്കും, 2 കൈയും കൂടെ കൂട്ടിപ്പിടിക്കും. എന്നിട്ട് അവരിങ്ങനെ ഒന്ന് ആട്ടിയിട്ട് ഒന്ന് ആട്ടി ആ തീയുടെ പുറത്തോട്ട് വയ്ക്കും. ഇവിടുത്തെ പോലെ ഒത്തിരി കുന്തിരുക്കമോ മണം കിട്ടാനുള്ള സാധനമൊന്നുമില്ല, അല്പൽപ്പൊക്കെ ഇടും. എന്നിട്ട് ഒരു 5-6 കഷ്ണം വിറകും കാണും, അവർക്ക് ലാഭം വേണം. അപ്പൊ എടുത്ത് ആ തീയലോട്ട് വെച്ചിട്ട് അതിൽ ഒരാളുടെ കയ്യിൽ ഒരു ചെറിയ കുറുവടി എടുക്കും, ചെറിയ വടിയെടുക്കും. വടിയെടുത്തിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും. ചില ശവശരീരങ്ങളുടെ ഒക്കെ കത്തി തീ പിടിച്ചങ്ങോട്ട് വരുമ്പോ അതിന്റെ കാല് ചെറിയ പൊങ്ങി വരും. നമ്മൾ നോക്കി നിന്നാൽ നമ്മൾ പേടിച്ചു, കാല് ചെറിയ പൊങ്ങി വരും. അപ്പൊ ഈ വടി എന്തിനാണെന്ന് അറിയാമോ? ഒരടി കൊടുക്കും, ഒരടി അടിച്ച കാല് താഴെയിട്ട് ആ വടി കൊണ്ട് തന്നെ തട്ടി തീയിലോട്ട്. ചിലപ്പോ കൈ ആയിരിക്കും പൊങ്ങി വരും. അങ്ങനെ നമുക്ക് കാഴ്ച കാണാനായിട്ട് സാധിക്കും. എന്നിട്ട് കുറെ കത്തി കഴിയുമ്പോൾ അവര് അതിന്റെ കുറെ ചാരം വാരി ഈ കലത്തിലാക്കി മൂടി കെട്ടി ബന്ധുക്കൾ കൊടുക്കുക, അവരത് കൊണ്ടുപോകും. എന്നിട്ട് അതെല്ലാം അങ്ങോട്ട് മാറ്റിയിട്ട് അടുത്ത ശവശരീരം എടുത്ത് അങ്ങോട്ട് വയ്ക്കുക. അതും അങ്ങനെ ചെയ്യും. ഞാൻ എന്തിനാ പറഞ്ഞെന്നറിയാമോ? വിശുദ്ധിയും ജീവനുമുള്ള യാഗം. വീണ്ടും ഒന്നുകൂടെ പറയാ, ദൈവത്തിന്റെ വിശുദ്ധിക്ക് വിരോധമായി പൊങ്ങി വരുന്ന, കാല് പൊങ്ങുകയല്ലേ, കൈ പൊങ്ങുകയല്ലേ, അതെല്ലാം അടിച്ച് തീക്കത്തിട്ട് ബലിയായിട്ട് യാഗമായിട്ട് കഴിക്കണം. ഒടുവിൽ പറയുന്നു, ഈ യാഗം എങ്ങനെയുള്ള യാഗം, ഈ ബലി എങ്ങനെയുള്ളതായിരിക്കണം? ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിരിക്കണം, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന യാഗമായിരിക്കണം. നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന ദൈവത്തിന് പ്രസാദമില്ലാത്ത എന്തെങ്കിലും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, നമ്മുടെ ചിന്തയിലുണ്ടെങ്കിൽ, രാവിലെ നമ്മൾ പറഞ്ഞില്ലേ, ഇവിടുന്ന് തുടങ്ങണം. ദൈവത്തിന് പ്രസാദമില്ലാത്ത എന്തെങ്കിലും ചിന്തയിലുണ്ടെങ്കിൽ, ദൈവത്തിന് പ്രസാദം ഇല്ലാത്ത എന്തെങ്കിലും നമ്മുടെ കണ്ണുമൂലം, കാഴ്ച മൂലം ഉണ്ടെങ്കിൽ, ദൈവത്തിന് പ്രസാദമില്ലാത്ത എന്തെങ്കിലും നമ്മുടെ സംസാരത്തിൽ, വായിൽ, നാവിലുണ്ടെങ്കിൽ, ദൈവത്തിന് പ്രസാദമില്ലാത്ത എന്തെങ്കിലും നമ്മൾ കേൾക്കുന്നതായിട്ടുണ്ടെങ്കിൽ, കേൾവിയിലുണ്ടെങ്കിൽ, ദൈവത്തിന് പ്രസാദം ഇല്ലാത്ത എന്തെങ്കിലും നമ്മുടെ കൈ കൊടുക്കൽ വാങ്ങലിൽ, നമ്മുടെ ബന്ധങ്ങളിലുണ്ടെങ്കിൽ,
ദൈവത്തിന് പ്രസാദമില്ലാത്ത വഴികളിൽ എന്തെങ്കിലും നമ്മൾ നടക്കുന്നുണ്ടെങ്കിൽ, കാൽ എന്തെങ്കിലും ആ വഴികളിൽ പോകുന്നെങ്കിൽ, അതിനെയെല്ലാം നമ്മൾ ഈ യാഗപീഠത്തിലേക്ക് വെച്ച് ദഹിപ്പിക്കണം. ദൈവത്തിന് പ്രസാദമുള്ള ഒരു ശരീരമാക്കി ഈ ശരീരത്തെ സൂക്ഷിക്കും. അരുതാത്തതൊന്നും ഈ ശരീരത്തിൽ ഉണ്ടാകരുത്. ഇതിൽ തന്നെ എപ്പോഴും യാഗബലി നടന്നുകൊണ്ടേയിരിക്കണം. അരുതാത്തതിനെയൊക്കെ ആ ബലിപീഠത്തിട്ട് കത്തിച്ചുകൊണ്ടേയിരിക്കണം, ദഹിപ്പിച്ചുകൊണ്ടേയിരിക്കണം. നമ്മളൊക്കെ ഇവിടെ ഇരിക്കുമ്പോഴും നമ്മുടെ ചിന്തകൾ വരുന്നത് ദൈവത്തിന് വിരോധമായി, ദൈവത്തിന്റെ വിശുദ്ധിക്ക് വിരോധമാണെങ്കിൽ അതിനെ അടിച്ച് അപ്പോൾ തന്നെ ഈ ബലിപീഠത്തിലേക്ക് ഇടണം. വേണ്ട, യാഗം ബലിയായി പോകണം, കത്തിച്ച് ചാമ്പലാക്കണം. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള യാഗം. തിമോഥെയോസിന്റെ 1-ാം ലേഖനം, 1 തിമോഥെയോസ് അതിന്റെ 1-ാം അധ്യായം 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. ആ ആ ആ 1 തിമോഥെയോസ് എന്ന് വായിക്കുന്നേ. അതിന്റെ 2-ാമത്തെ വാക്യം വായിച്ച്, മുകളിൽ നിന്ന് വായിച്ച്. ആ ഓക്കെ. രണ്ടാം അധ്യായത്തിന്റെ അല്ലേ വായിക്കുന്നത്? 1 തിമോഥെയോസ് 2-ാം അധ്യായം 2-ാം അധ്യായം വായിക്കും. 2-ാം അധ്യായം അത് തന്നെ. മതി മതി മതി, ആ ഭാഗമാ വായിക്കാൻ. അപ്പൊ ഇവിടെ പറയുകയാണ്, പൗലോസ് പറയുന്നു, വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും. അത് ഇന്നലെ നമ്മൾ ചിന്തിച്ചതാ. എന്താ? മധ്യസ്ഥത, പക്ഷവാദം. ആ വാക്ക് അവിടെ ഇന്റർസെസറി പ്രയർ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് താഴോട്ട് പറയുകയാണ്, അതാണ് നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു എന്നാണ് പറയുന്നത്. റോമിലെ സഭയ്ക്ക് വിശുദ്ധന്മാർക്ക് എഴുതുമ്പോൾ പൗലോസ് പറഞ്ഞു, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കണം. ഇവിടെ പറയുന്നു, തിമോഥെയോസിന് എഴുതുമ്പോൾ പൗലോസ് പറയുന്നു, ദൈവത്തിന് പ്രസാദകരമെന്ന് പറയുന്നത് എന്താ? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാ? നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ കൂടെ. ഈ ലോകത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി, രാജാക്കന്മാർക്ക് വേണ്ടി, അധികാരസ്ഥന്മാർക്ക് വേണ്ടി. അതാ ഞാൻ ഇന്നലെ നിങ്ങളോട് ചോദിച്ചില്ലേ, നിങ്ങളുടെ പഞ്ചായത്തിലെ മെമ്പറിന് വേണ്ടി പ്രാർത്ഥിച്ചോ എന്ന് ചോദിച്ചില്ലേ? രാജാക്കന്മാർക്ക് വേണ്ടി, അധികാരസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പക്ഷവാദം ചെയ്യുക. അതാണ് നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രസാദകരമായിട്ടുള്ള കാര്യം. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ശരീരങ്ങളെ ദൈവസന്നിധിയിൽ യാഗമായി സമർപ്പിക്കണം. സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി നമുക്ക് ഒരു സമയം കൂടെ തന്നത്, ഒരു ദിവസം കൂടെ, ഒരു രാത്രി കൂടെ തന്നത് ഇതൊന്ന് ചിന്തിക്കാനായിട്ടാണ്. നിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ ആലയമാണ്. അതുകൊണ്ട് ഈ ശരീരത്തിൽ ചെയ്യുന്നതൊക്കെ ജീവനുള്ള യാഗമാകണം, വിശുദ്ധിയുള്ള യാഗമാകണം, ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിരിക്കണം ഈ ശരീരത്തിൽ നടക്കുന്നത്. ഈ ശരീരം ദൈവപ്രസാദമുള്ള മന്ദിരമായിട്ട്, ആലയമായിട്ട് തന്നെ നീ സൂക്ഷിക്കും. ഇതുവരെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ അങ്ങനെ സൂക്ഷിക്കണം.
നമ്മള് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ വായിച്ചില്ലേ? വായിച്ചപ്പോ എന്തുവാ പറഞ്ഞേ? ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഒന്ന് വായിച്ചേ. ആ അതല്ല, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാമത്തെ വാക്യം. ആണോ? ആ ഓക്കെ. அநேக வாசஸ்தலங்கள் உண்டு. அப்படி இல்லாதிருந்தால் நான் உங்களுக்கு சொல்லியிருப்பேன். ஒரு ஸ்தலத்தை உங்களுக்காக ஆயத்த பண்ண போகிறேன். അടുത്തോട് நான் போய் உங்களுக்காக ஸ்தலத்தை ஆயத்த பண்ணின பின்பு நான் இருந்த இடத்தில் நீங்களும் இருக்கும்படி நான் மறுபடியும் வந்து உங்களை என்னிடத்தில் சேர்த்துக்கொள்வேன். മതി. വളരെ അർത്ഥവത്തായ, നമ്മെ വീണ്ടും വീണ്ടും പ്രചോദിപ്പിക്കുന്ന, നമുക്ക് സന്തോഷം തരുന്ന ഒരു മനോഹര വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. അവിടെ യേശു കർത്താവ് ഈ ലോകത്തിൽ നിന്ന് പോയപ്പോൾ, സ്വർഗാരോഹണം ചെയ്തപ്പോൾ അവരോട്, ശിഷ്യന്മാരോട് പറഞ്ഞ ഭാഗമാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. ഞാൻ പോകുകയാണ്. ഇത്രയും നാള് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. ഞാൻ നിങ്ങളെ എൻ്റെ ശിഷ്യന്മാരായി, എൻ്റെ സഹോദരന്മാരായി, എന്നോടൊപ്പം എല്ലാ കാര്യങ്ങളിലും പങ്കുചേരുവാൻ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ഒരുമിച്ച് കാര്യങ്ങളെല്ലാം ചെയ്തു. നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്തു, നമ്മൾ ഒരുമിച്ച് ഭക്ഷണം പങ്കുവച്ചു, നമ്മൾ ഒരുമിച്ച് പ്രയാസങ്ങൾ പങ്കുവച്ചു, നമ്മൾ ഒരുമിച്ച് അത്ഭുതങ്ങൾ കണ്ടു, അനുഗ്രഹങ്ങളെ കൊടുത്തു, ദേശത്ത് വലിയ സാക്ഷ്യത്തോടെ നിന്നു, വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു. എന്നാൽ ഇപ്പോൾ ഞാൻ പോകുന്നു, എന്നാൽ ഞാൻ വീണ്ടും വരും. എന്തിനു വരും? നിങ്ങളെ എന്റെ അടുക്കൽ കൊണ്ടു. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാനിപ്പോൾ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കാനാണ്, നിങ്ങൾക്ക് വേണ്ടി ഭവനങ്ങൾ ഒരുക്കാനാണ്, നിങ്ങൾക്ക് വേണ്ടി വീടുകൾ ഒരുക്കാനായിട്ടാ. അവിടെ അതില്ലെങ്കിൽ, അതിനുള്ള സാവകാശം ഇല്ലെങ്കിൽ, സൗകര്യമില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലം, അനേക വീടുകളുണ്ട്. നിങ്ങൾക്ക് പാർക്കുവാൻ ഞാൻ അത് ഒരുക്കാനായിട്ടാ പോകുന്നത്. അത് ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വരും, ഞാൻ നിങ്ങളെ അവിടേക്ക് ചേർക്കും. എത്ര പ്രത്യാശയുടെ വചനമാ ദൈവത്തിന്റെ വചനത്തിൽ കൂടെ നമുക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, അവൻ വീണ്ടും വരും, ഞാൻ വീണ്ടും വരും, നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഈ പ്രത്യാശയുള്ളവർ, ഈ ഉറപ്പുള്ളവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാമോ? അയ്യോ, ഹല്ലേലൂയ കേട്ട കർത്താവിനെ ഒരിക്കലും വരത്തില്ല ഇങ്ങോട്ട് കേട്ടോ. അങ്ങ് തണുത്തുറഞ്ഞ് കൈതാടിക്ക് കൊടുത്തിരിക്കുക അല്ലേ? കർത്താവ് വരുമെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ഉത്സാഹത്തോടെ നിൽക്കണ്ടേ? ആ ഒരു ഉറപ്പോടെ പറയണ്ടേ? കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ട് അല്ലേ. കർത്താവ് വീണ്ടും വരുവാൻ പോകുന്നു, നമ്മെ ചേർക്കുവാനായിട്ട് വരുന്നു. ഈ നമ്മെ ചേർക്കുവാനായിട്ട് കർത്താവ് വരുമ്പോൾ അവൻ നമ്മെ ചേർക്കണമെങ്കിൽ പൗലോസ് മുമ്പേ പറഞ്ഞ കാര്യം നമ്മിൽ പ്രാവർത്തികമാകണം. എന്ത്? നിങ്ങളുടെ ശരീരങ്ങൾ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കപ്പെടണം. ഇന്ന് രാത്രി നാം കേട്ട ദൈവത്തിന്റെ വചനത്തിന് മുൻപിൽ നമ്മുടെ ശരീരങ്ങളെ നമുക്ക് യാഗമായിട്ട് കൊടുക്കാം, സമർപ്പിക്കാമോ? കർത്താവേ, ഇതുവരെ നടന്നതുപോലെയല്ല, പുതിയൊരു അനുഭവത്തിൽ എൻ്റെ ഈ ശരീരത്തെ, നിന്റെ മന്ദിരമായ ഈ ശരീരത്തെ ജീവനുള്ള യാഗമായി, ഈ ശരീരത്തിൽ അങ്ങയുടെ വിശുദ്ധിക്ക് വിരോധമായി പോകുന്ന ഓരോ ചിന്തയെയും അടിച്ച് ഇതിന്റെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന യാഗപീഠത്തിങ്കിലേക്ക്, ബലിപീഠത്തിങ്കിലേക്ക് ഇട്ട് ബലിയായി കത്തിക്കുവാൻ, ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി എൻ്റെ ശരീരത്തെ അവിടുത്തെ സന്നിധിയിൽ കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, തീർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ തീരുമാനം എടുക്കുന്ന എല്ലാവർക്കുമായി സ്തോത്രം. അല്പസമയം നാം കണ്ണുകളെ അടയ്ക്കാൻ പോവുകയാണ്. നമ്മുടെ കണ്ണുകളെ അടച്ച് നമ്മുടെ ബൈബിളൊക്കെ കാത്തു വെച്ച്
ദൈവസന്നിധി നമ്മെ തന്നെ ഒന്ന് ഫലമേൽപ്പിക്കുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നമുക്കിന്മേൽ നിന്ന് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് പറയാം, പ്രിയ കർത്താവേ, അവിടുത്തെ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. നീ ഞങ്ങൾക്ക് വേണ്ടി ഭവനങ്ങൾ ഒരുക്കുവാൻ, വാസസ്ഥലങ്ങൾ ഒരുക്കുവാൻ പോയിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഞങ്ങളെ ചേർക്കുവാൻ വീണ്ടും വരുന്നവനായി, ഞങ്ങളുടെ കർത്താവായി, ഞങ്ങളുടെ രക്ഷകനായി, ഞങ്ങളുടെ രാജാവായി ഞങ്ങൾ ഉള്ളതിനായി സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ ശരീരങ്ങളെ അവിടുത്തെ ആലയമായി സൂക്ഷിക്കുവാൻ, അവിടുത്തെ മന്ദിരമായി സൂക്ഷിക്കുവാൻ വീണ്ടും അവിടുന്ന് വരുമ്പോൾ കർത്താവേ, അങ്ങയോടൊപ്പം അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന സ്ഥലത്തേക്ക് വരുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അതിന് ഞങ്ങളെ ഒരുക്കണമേ, ഞങ്ങളെ ബലത്തോടെ നിർത്തണമേ, അതിന് ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളുടെ സമർപ്പണം സ്വീകരിക്കണമേ. നമ്മളെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന എത്ര പേരുണ്ട്? ഈ വിശുദ്ധിയോടെ ജീവിക്കുവാൻ, കർത്താവിന്റെ വരവെങ്കിൽ കാണപ്പെടുവാൻ, നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ, നിത്യ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാൻ തീരുമാനമെടുക്കുന്ന എത്ര പേരുണ്ട് ഇന്ന് നമ്മുടെ മധ്യത്തിൽ? ആ തീരുമാനമെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു നിർബന്ധവുമില്ല, ഇതൊരു നിർബന്ധമല്ല, ആരെങ്കിലും ദൈവവചനം കേട്ടതിന്റെ മുൻപിൽ തങ്ങളെ തന്നെ സമർപ്പിക്കുന്നു എങ്കിൽ തങ്ങളുടെ കരങ്ങൾ ഉയർത്തിക്കാട്ടെ. ആ ഇരിക്കുന്ന ഇരിപ്പിൽ നമ്മുടെ കരങ്ങൾ ഉയർത്തിക്കാട്ടെ. ആ കരങ്ങൾ ഉയർത്തിക്കാട്ടെ. താല്പര്യമുള്ളവർ മാത്രം കർത്താവേ, നിന്റെ വിശുദ്ധിയോടെ, നിന്റെ വിശുദ്ധിക്ക് വിരോധമായിട്ട് എന്റെ ഉള്ളിൽ പൊങ്ങുന്ന, എന്റെ കണ്ണിൽ കാണുന്ന, എന്റെ ചിന്തയിൽ വരുന്ന, എന്റെ പ്രവൃത്തിക്ക് മുൻപിൽ വരുന്ന, എന്റെ നടപ്പിന് മുൻപിൽ വരുന്ന, എന്റെ കണ്ണിന് മുൻപിൽ വരുന്ന, എന്റെ കേൾവിക്ക് മുൻപിൽ വരുന്ന എല്ലാറ്റിനെയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുവാൻ ഞാൻ സമർപ്പിക്കുന്നു കർത്താവേ. ഞാൻ എന്നെ തന്നെ അവിടുത്തെ കരങ്ങളിൽ തരുന്നു, വിനയപ്പെടുത്തുന്നു കർത്താവേ. ആ തീരുമാനമെടുത്ത പ്രിയപ്പെട്ടവർ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? കരങ്ങൾ ഉയർത്തിയവർ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്നാൽ, കരങ്ങൾ ഉയർത്തിയവർ മാത്രം എഴുന്നേറ്റ് നിന്നാൽ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തു. നമ്മുടെ തീരുമാനത്തെ സ്വർഗത്തിലെ ദൈവം കണ്ടിരിക്കുന്നു. ഇത് തമാശ മോനെ, ഇത് സംസാരിക്കാനായിട്ടുള്ള സമയമല്ല. ദൈവസന്നിധിയിൽ നമ്മൾ വളരെ ഗൗരവമായിട്ട്, നമ്മൾ വളരെ ശ്രദ്ധയോടെ ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കുന്ന സമയം, കർത്താവിന്റെ കയ്യിലോട്ട് നമ്മൾ നമ്മളെ തന്നെ കൊടുക്കുന്ന സമയമാണ്. കർത്താവിനോ, ഞാൻ എന്റെ ശിഷ്ടമുള്ള ആയുസ്സിൽ, എന്റെ ശരീരത്തെ, എന്റെ പ്രിയപ്പെട്ടവരെ ഒക്കെ അവിടുത്തെ കരങ്ങളിലോട്ട് തരുന്ന കർത്താവേ, ബാക്കിയുള്ള ആയുസ് കർത്താവെ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ജീവിപ്പാൻ, അങ്ങയുടെ കരങ്ങളിൽ എന്നെ തന്നെ സമർപ്പിക്കുവാൻ അവിടുത്തെ കരങ്ങളിലോട്ട് തരും. അവിടുന്ന് എന്റെ സമർപ്പണം സ്വീകരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കായിരിക്കാം.